ഹലോ, നീ എവിടെയാ? ഞാൻ ഹോട്ടലിലെന്തേ ഓക്കെ, കാര്യം പറ. എനിക്കിപ്പോൾ ഈ നൈറ്റ് ഒരു സെറ്റാക്കി തരാൻ പറ്റുമോ? എന്ത്? ഞാൻ എന്താടാ മാമയാ? അല്ല, മനസ്സിലായില്ല. പറയുന്നത് മനസ്സിലാക്ക്. എൻ്റെ സിറ്റുവേഷൻ നിനക്കറിയാലോ. അതൊക്കെ ഇനിയിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്യാനാടാ? എടാ, നീ ഒന്ന് മനസ്സിലാക്ക്, ഒന്ന് സെറ്റാക്കി താ. നിന്റെ അവസ്ഥ അറിയുന്നതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ നോക്കാം. എന്തായാലും ഉറപ്പിക്കണ്ട, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. എടാ, നീ ഒന്ന് ഉറപ്പിക്കടാ. എടാ, ഞാൻ പറഞ്ഞില്ല ഞാൻ നോക്കാന്ന്. ഞാൻ നിന്നെ വിളിക്കാം. ശരി, നീ റെഡി ആക്കിയിട്ട് വിളിക്ക്. ഓക്കെ ഓക്കെ. ഹലോ. എടാ ഹലോ. ആ, പറടാ. നീ പറഞ്ഞ കാര്യം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം. എന്താ? ആള് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നിന്നെ കൊണ്ട് താങ്ങുമോന്ന് അറിയില്ല. അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. എന്നാ ഓക്കെ, നീ നൈറ്റ് ഹോട്ടലിലോട്ട് വാ. ബാക്കി ഞാൻ സെറ്റാക്കാം. ഓക്കെ. ഓക്കേടാ, ബൈ. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമിൻ, ഒരു ഗാനം വന്നാ? മാത്രമിൻ. പിന്നെ നിന്റെ പാർട്ടി അവിടെ എത്തിയിട്ടുണ്ട്. ഏതാ റൂം? 105 നമ്പർ. ഒപ്പിട്ട് കയറിക്കോ. ഡാ, പിന്നെ നിന്നെ അറിയാവുന്നോണ്ട് പറയാ, കോളോ ആക്കരുത്. പൊക്കോ. ഒരു ഗാനം മാത്രമിൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂടാം. ഒരു പുഷ്പം പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂടാം. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ, പതികൂടമെന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ, പതികൂടമെന്നൂടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ, പുഷ്പത്തിൻ തൽപ്പമങ്ങ് ഞാൻ വിരിക്കാം. ഒഴിക്കട്ടെ? ഇല്ല, ഞാൻ കഴിക്കില്ല. എടോ, ഞാൻ തൻ്റെ മടിയിലൊന്ന് കിടന്നോട്ടെ?
എന്താടോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏയ് ഒന്നുമില്ല. ഹേ, അതല്ല, എന്തോ ഉണ്ട്. ഉം. താൻ ഈ റൂമിലോട്ട് കയറി വന്നപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. നീ ഇതിനൊന്നുമല്ല വന്നത്. തനിക്ക് പറയാൻ ഒരു നഷ്ടപ്രണയത്തിന്റെ കഥയുണ്ടല്ലേ? നഷ്ടപ്രണയം. ഹും. നല്ല പ്രയോഗം. പണ്ടാരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്നതെല്ലാം നമ്മുടെ സ്വന്തമാണെന്ന്, അല്ലെങ്കിൽ സ്വന്തം ആവണമെന്ന്. എപ്പോഴൊക്കെയോ ഞാനും വിചാരിച്ചിരുന്നു. പക്ഷെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കും, ഇതൊക്കെ വേറെ ഒരു സ്വപ്നമാണെന്ന്. തനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടല്ലേ? ആരോരുമില്ലാത്ത അനാഥശക്കന് ജീവിതം എന്തെന്ന് പറഞ്ഞു തന്നവൾ. പക്ഷെ വിധി അവൾക്ക് പറഞ്ഞു വെച്ചത് അൽപായുസായിരുന്നു. എടോ, ആ കുട്ടി പോയി. ജീവിതത്തിൽ ഒരിക്കലും റീടേക്കുകളില്ലാത്ത മറ്റൊരു ലോകത്തേക്ക്. അവളെപ്പോഴും പറയും, ഞാൻ നിന്നെ കൊണ്ടേ പോകുമെന്ന്. പക്ഷെ അവൾ പോയപ്പോൾ ഈ നശിച്ച ഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്ക്. എടോ, സോറി. എന്തിന്? ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇതൊക്കെ. പക്ഷേ താൻ ചോദിച്ചപ്പോൾ എന്തോ പറയണം തോന്നി. എടോ, തന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? എന്തിനിങ്ങനെ ഒരു ജോലി? ഓ, താൻ എൻ്റെ ഫ്ലാഷ് ബാക്ക് ചെയ്യുകയാണല്ലേ? ചുമ്മാ പറയടോ. താനും കുറേ കാണില്ലേ ആരോടെങ്കിലൊക്കെ ഒന്ന് മനസ്സ് തുറന്നിട്ട്. താൻ ചോദിച്ചില്ലേ എന്തിനാ ഇങ്ങനെ ഒരു ജോലിയെന്ന്? ഒരു പെൺകുട്ടിയും ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ജോലിയല്ല ഇത്. സാഹചര്യം കൊണ്ടായി പോകുന്നതാ. ഭക്ഷണമായിരിക്കും അല്ലേ? പലർക്കും അതായിരിക്കും ഉത്തരം. പക്ഷേ എൻ്റെ കഥയിൽ ചെറിയ മാറ്റമുണ്ട്. ഓ, ട്വിസ്റ്റ്. എല്ലാവരുടെയും ലൈഫിലുണ്ടാവും ഒരു നായകനും വില്ലനും. പക്ഷേ എൻ്റെ ലൈഫിൽ വില്ലൻ്റെ ഇൻട്രോ ആയിരുന്നു ആദ്യം. ഒന്ന് അമ്മയുടെ ബന്ധത്തിലുള്ള ചേച്ചിയായിരുന്നു, പിന്നെ അവരുടെ കാമുകനും. ബുദ്ധി കുറച്ച കാലം തൊട്ടേ ഞാൻ അവരുടെ കൂടെയായിരുന്നു. അവരെന്നെ മോളേന്ന് വിളിക്കുക. പക്ഷേ ആ വിളിയുടെ മുമ്പിൽ ഒരു അക്ഷരം കൂടി ഉണ്ടായിരുന്നു. തനിക്കവിടെ എന്തായിരുന്നു ജോലി? ജോലി അവർ പറയുന്നവരുടെ കൂടെ പോയി കിടക്കണം. ചിലപ്പോഴൊക്കെ തോന്നും, ഈ നശിച്ച ജീവിതം അങ്ങ് ഉപേക്ഷിച്ചാലോ എന്ന്. ധൈര്യമില്ലടോ. അപ്പോൾ തനിക്കൊരിക്കലും അവരോട് ദേഷ്യം തോന്നിയിട്ടില്ല? ദേഷ്യോ? എന്തിന്? തനിക്ക് എങ്ങനെയാടോ ഇത്രയും വിഷമമുള്ളിലേക്ക് ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നേ? ഞാൻ ഹാപ്പിയാടോ. ഏത് പാതിരാത്രിക്കും ഒറ്റയ്ക്ക് നടക്കാൻ ലൈസൻസ് ഉള്ള ഒരു ജോലിയാണ് എൻ്റെ കയ്യിലുള്ളത്. ആരും ഉപദ്രവിക്കില്ല, ശരീരത്തിൽ മുറിവേൽപ്പിക്കില്ല. പിന്നെ ഞാൻ എന്തിനാ പേടിക്കണേ? ഒന്നാലോചിച്ചാൽ നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ. തനിക്കിതെൻ്റെ ജീവിതം നഷ്ടമായി, എനിക്കെൻ്റെ ജീവനും. തനിക്ക് ഫുഡ് എന്തെങ്കിലും പറയണോ? ഇല്ലടോ, ഒന്നും വേണ്ട. വിശപ്പില്ല. കുറേ നാളെ മനസ്സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് ഒന്ന് കിടന്നാൽ മതി. എന്നാ ഓക്കെ, താൻ കിടന്നോ. ഉം.
കുറച്ച് നാൾ കൂടി ഒന്ന് സമാധാനത്തോടെ ഉറങ്ങിയല്ലേ. പക്ഷേ എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ലടോ. ഒരുപക്ഷെ താൻ ഈ കത്ത് വായിക്കുന്ന സമയം ഞാൻ ജീവനോട് ഉണ്ടാകുമെന്ന് അറിയില്ല. എന്തായാലും തനിക്ക് വേണ്ടി എൻ്റെ കയ്യിലുള്ള അവസാനത്തെ നാണയത്തൊട്ട് പോലും ഞാനവിടെ വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ തനിക്കുള്ളതാണ്. ഇനി ഒരിക്കലും താൻ ഈ ജോലി ചെയ്യരുത്. തൻ്റെ മുറിയിലോട്ട് വരുന്ന എല്ലാവരെയും പോലെ തന്നെ സെക്സ് ആഗ്രഹിച്ചു വന്നവനാണ് ഞാനും. പക്ഷേ എനിക്ക് സാധിക്കില്ലടോ. മനസ്സ് നിറയെ ഇപ്പോഴും അവളുടെ ഓർമ്മകളാണ്. മരണത്തിനപ്പുറവും ഒരാളെ ഓർത്തിരിക്കാൻ സാധിക്കുമെങ്കിൽ താൻ എന്നും ഓർമ്മയിലുണ്ടാവും എന്ന് തൻ്റെ സ്വന്തം വണ്ടേ ഫ്രണ്ട്.